സോറി മച്ചാനെ. മച്ചാനെ ഞാൻ തന്നെ. എത്ര നാളായാ കണ്ടിട്ട്? സ്കൂൾ കഴിഞ്ഞ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. നീ എന്താ ഇവിടെ? ഞാൻ ഇപ്പൊ ഇവിടെ 4-5 വർഷമായിട്ട് ഇൻഫോ പാർക്കില്. നീ എന്താ ഇവിടെ? എന്റെ നാട് ഇവിടെ അല്ലേ. ഇതാ അതൊക്കെ പോട്ടെ, കല്യാണം കഴിഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അവളെ തന്നെ കെട്ടി, വിജിനെ. ഞെട്ടണ്ട, ഒരു കൊച്ചുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞ? ഇല്ല, ഉടനെ ഉണ്ടാവും, ഉറപ്പിച്ചേക്ക. അതൊക്കെ വിളിക്കോ? ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു, നിന്റെ നമ്പർ ഒപ്പിച്ചിട്ട്. ഇനി ഒന്നും വേണ്ട, നീ ഇപ്പൊ പറഞ്ഞില്ലേ, അത് മതിയടാ. അതൊക്കെ പോട്ടെ, മച്ചാന്റെ കല്യാണത്തിന് വിളിച്ചില്ല. അല്ല സീനില്ല മച്ചാനെ, മച്ചാന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർത്തു മച്ചാൻ വിളിക്കാത്തത്. എടാ അതൊരു ചെറിയ പരിപാടിയായിരുന്നു, അധികാരം വിളിച്ചിട്ടില്ല, അതുകൊണ്ടാ. സീനില്ല മച്ചാനെ, ഞാൻ വീട്ടിലോട്ട് വരും, എൻ്റെ ബിജിനെ മോളെ കാണും. ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. നീ വീട്ടിൽ വരുന്നു, ബിജിനെ മോളെയും കാണുന്നു, ഒരു ദിവസം അവിടെ കൂടുന്നു. അന്ന് നിന്നെ ഞാൻ എവിടേക്കും വിടില്ല. നമ്മളൊരു ചെറുതൊക്കെ ഒഴിച്ച്. പിന്നെ അച്ഛനമ്മയൊക്കെ എന്ത് പറയുന്നു? അവര് സുഖമായിട്ടിരിക്കുന്നു, നാട്ടിലുണ്ട്. ഞാനിപ്പോ നാട്ടിലൊക്കെ പോയിട്ട് കുറച്ചായി. കഴിഞ്ഞ പൂരത്തിന് അങ്ങാണ്ട് പോയതാ, പിന്നെ പോയിട്ടില്ല. കൂടുതൽ തൃശ്ശൂർ പൂരത്തിന്. നാട് അവിടെ അല്ലേ? തൃശ്ശൂർ. തൃശ്ശൂര് എന്തേ? അപ്പം മച്ചാൻ പഠിച്ച എറണാകുളം സ്കൂളാണ്? അല്ല, തൃശ്ശൂര്. 10+2 എല്ലാം തൃശ്ശൂരില്. എന്തേ? ഞാൻ പഠിച്ച എറണാകുളത്തിൽ. ഹൈ, അതങ്ങനെ ശരിയാവും. അച്ഛൻ്റെ പേരെന്താ? വിമൽ. നിന്റെ? കിരൺ. കിട്ടി മച്ചാനെ, കിട്ടി. തൃശ്ശൂർ പൂരത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നിന്നെ മീറ്റ് ചെയ്തത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടില്ല. എനിക്കന്ന് ഈ ആൾക്കൂട്ടം പേടിയായ കാരണേ. അപ്പൊ അതുമല്ല. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൃശ്ശൂർ പൂരത്തിന് വന്നു എന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ അന്ന് തൃശ്ശൂരിൽ എവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. കറക്റ്റ് മച്ചാനെ, ലോക്ക് ചെയ്തോ. അതാണ് എനിക്ക് സ്വിച്ച് ഇട്ട പോലെ ഒരു ഓർമ്മ. പേരെന്താന്ന് പറഞ്ഞ? കിരൺ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഫാമിലി ആയിട്ട് ഒരു സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ സമയമായി. എന്നെ കാണാൻ പറ്റിയല്ലോ മച്ചാനെ. പിന്നെ കല്യാണം വിളിക്കാൻ പറ്റാത്തോണ്ടൊന്നും തോന്നല്ലേട്ടാ. അത് വിട്, അത് പോട്ടെ. ഹൈ, നീ വിഷമിക്കല്ലേ. അതിന് വരും, നീ വീട്ടിൽ വരുന്നു, വിജിനെ മോളെയും കാണുന്നു, ഒരു ദിവസം അവിടെ കൂടുന്നു. ചെറുതൊക്കെ അടിച്ചിട്ട്